ആദ്യം തന്നെ ഞാൻ പറയണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു കാര്യലാഭത്തിന് വേണ്ടി ചെയ്യുന്നല്ല, തികച്ചും ഇതിന് എന്താ കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ അത് പുള്ളിക്ക് തന്നെ കൊടുക്കുക. പുള്ളിയായിട്ട് ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ല നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ബേബിച്ചേട്ടൻ അടുത്തൊരു സ്ഥലത്തോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഒരു വീഡിയോ എടുക്കണമെന്ന് ബേബിച്ചേട്ടന് വളരെ നിർബന്ധം. ബേബിച്ചേട്ടൻ ആളൊരു കച്ചവടക്കാരനാണെങ്കിലും മനസ്സൊരു വലിയ മനസ്സാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ചിരിച്ചാലൊരു പൂങ്കുഴലിൽ തളിരും കോരി കുളിരും കോരി നൂറും പാലും കുറിയും കൊണ്ടു നടക്കും പെണ്ണ്. കരയാറില്ല കരഞ്ഞാലൊരു കരികുഴലിൽ. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ പോപ്പുലർ സന്തോഷ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ കക്കാടംപോയിലാണ് കേട്ടോ. കക്കാടംപോയിൽ നമ്മുടെ മിസ്റ്റി ക്യൂവിന്റെ ഏകദേശം അടുത്തായിട്ട് വരും. അവിടുന്ന് ഒരു ലെഫ്റ്റ് തിരിഞ്ഞിട്ട് നമ്മൾ മുകളിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ടാണ് നമ്മളെ ദേവസ്യേട്ടന്റെ വീട്ടിലാണല്ലേ. ഇതാണ് നമ്മളെ ദേവസ്യേട്ടൻ. അപ്പൊ പുള്ളി നമ്മുടെ ഒരു ചെറിയ റിക്വസ്റ്റ് പറഞ്ഞാണ്. കാരണം മൂപ്പര ഒരു 7 സെന്റ് സ്ഥലമല്ലേ ചേട്ടാ? എത്ര സെന്റ്? 7 സെന്റ് സ്ഥലവും ഈ വീടും. ചെറിയൊരു ഹോം സ്റ്റേ പരിപാടിക്കൊക്കെ ഇവിടെ ഒക്കെ 4 സെന്റിലും 5 സെന്റിലും ഒക്കെ ഇതുപോലെ റിസോർട്ടുകളൊക്കെ എല്ലാവരും വെക്കാറുണ്ട്. അപ്പൊ ചെറിയൊരു ഹോം സ്റ്റേ പരിപാടിക്കൊക്കെ വളരെ അനുയോജ്യമാണ്. കാരണം ഏത് കാറും മുറ്റത്ത് വരുന്ന രീതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 7 സെന്റ് സ്ഥലമുള്ളെങ്കിലും അത്യാവശ്യം മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഉള്ളൊന്ന് കണ്ടു നോക്കാം. ചെറിയൊരു സൗകര്യങ്ങളാണുള്ളത്. 1-2 റൂമും അതുപോലെ ചെറിയൊരു ഹാളും ഒരു അടുക്കളയും ഒക്കെയാണ് ഉള്ളത്. നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ജസ്റ്റ് ഈ മേൽക്കൂര വേണമെങ്കിൽ ഒരു 2 സ്റ്റെപ്പും കൂടി പൊന്തിച്ച് ഉള്ളൊക്കെ ഒന്ന് സീൽ ചെയ്താൽ തൽക്കാലം ഒരു ഹോം സ്റ്റേ സെറ്റപ്പിലൊക്കെ അപ്പൊ ഈ കാണുന്നതൊക്കെയാണ് പ്രോപ്പർട്ടി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ചെറിയ മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്തിട്ട് ഒരു ഹോം സ്റ്റേ പരിപാടിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീക്കെൻഡുകളിലൊക്കെ അല്ലെങ്കിൽ ഹോളിഡേയ്സ് ഒക്കെ വെറുതെ 1-2 ദിവസങ്ങളൊക്കെ ചെലവഴിക്കാനും ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊരു റെന്റിനും ഒക്കെ ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ വരുമാനമൊക്കെ നിങ്ങൾക്ക് ഇതിന്ന് നേടാവുന്നതാണ്. ഒരുപാട് മാതള നാരങ്ങ കായ്ച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ നമ്മളടുത്ത് ഒരു 10 എണ്ണെങ്കിലും മിനിമം പറിക്കാൻ പറഞ്ഞ. നമ്മളൊരു 3 പേരുണ്ട്, ഞങ്ങൾ 3 എണ്ണം പറിച്ചിട്ടുണ്ട്. മൊത്തം പറിക്കാനാണ്. മൊത്തം ഒന്നും വേണ്ട, നമുക്ക് ധാരാളം. ഈ വീഡിയോ കാണുന്ന ആളുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഇവൻ എന്തുടായിപ്പാണ് ഈ സംസാരിക്കണേന്നില്ല. ഇത്രയും ചെറിയൊരു പ്രോപ്പർട്ടി എങ്ങനെ ഹോം സ്റ്റേ ആക്കാനാ, എങ്ങനെ വാടകയ്ക്ക് കൊടുക്കാനാണെന്നില്ല. സത്യത്തിൽ നിങ്ങൾ ഈ കക്കാടംപോയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും ചെറിയ പ്രോപ്പർട്ടികൾ ഡെയിലി റെന്റിന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ വരുമാനമൊക്കെ ഇതിന്ന് കിട്ടും എന്നുള്ളത്. എന്തായിരുന്നു വിൽക്കാനുള്ള കാരണം? പെട്ടെന്ന് വൈഫും ദേവസ്യേട്ടനും ഒറ്റയ്ക്കാണ് ഇവിടെ താമസം. അപ്പൊ കുറച്ച് ക്യാഷിന്റെ ഒക്കെ ആവശ്യമുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു കാര്യലാഭത്തിന് വേണ്ടി ചെയ്യുന്നല്ല, തികച്ചും ഇതിന് എന്താ കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ അത് പുള്ളിക്ക് തന്നെ കൊടുക്കുക. എന്റെ നമ്പറും കൊടുക്കാം, മൂപ്പരെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. നമ്മളുമായിട്ട് യാതൊരുവിധ ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. പുള്ളിയായിട്ട് ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ല നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ചേട്ടൻ ചോദിക്കുന്നത് 9 ലക്ഷമൊക്കെയാണ്. കച്ചവടം എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പുള്ളി അഡ്ജസ്റ്റ് ചെയ്യാനും ചിലപ്പോൾ തയ്യാറായിരിക്കും. കാരണം മൂപ്പർക്ക് അത് വിൽക്കല് ചെറിയൊരു എമർജൻസി ഉണ്ട്. പുള്ളി പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെറിയൊരു സ്വിമ്മിംഗ് പൂള് വേണമെങ്കിൽ ഉണ്ടാക്കാനുള്ള സ്ഥലത്തിലുണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള ചെറിയ ഹോം സ്റ്റേയിലും റിസോർട്ടൊക്കെ ഇവിടെ ഈ 5 സെന്റിലും 6 സെന്റിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഗൾഫിലൊക്കെ ഉള്ള ആളുകളെ എപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട് ചെറിയൊരു പ്രോപ്പർട്ടി നമുക്ക് എപ്പോഴെങ്കിലും വെക്കേഷനിലേക്ക് വന്ന് താമസിക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ഇടം കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ചുറ്റും വരുന്ന വഴിയിലൊക്കെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടി പോപ്പുലർ സന്തോഷം നമ്മളെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. നിങ്ങളുടെ ഓരോ ഷെയറും ചിലപ്പോൾ പുള്ളിക്ക് അതൊരു വലിയൊരു ഹെൽപ്പ് ആയിരിക്കും.